തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെ ബാലമുരുകൻ കസ്റ്റഡിയിലാവുകയായിരുന്നു. അവർക്കൊരു ചെറിയ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയിലാണ് ബാലമുരുകൻ, ബാല എന്ന് പേരുണ്ടെങ്കിലും ബിഗ് മുരുകനാണ് അദ്ദേഹം വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട കക്ഷിയാണ്. ഇപ്പോൾ പിടിച്ചു. സൂരജ് സജി ഇദ്ദേഹത്തിൻ്റെ ബാലപാഠങ്ങൾ മുഴുവനും സ്വന്തമാക്കിയിട്ടുണ്ട്. സൂരജിന് ഇദ്ദേഹത്തിൻ്റെ അടിമുടി ഇദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ വശമാണ്. പറയൂ സൂരജ്, വിവരങ്ങൾ ബാലമുരുകൻ്റെ. കഴിഞ്ഞ 2 മാസത്തോളമായി തമിഴ്നാട് പോലീസിന് വട്ടം കറക്കിയാണ് ഒടുവിൽ ബൈക്കിൽ വന്ന് പോലീസിന് മുന്നിൽ ബാലമുരുകൻ പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ബാലമുരുകൻ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിലാകുന്നത്. തെങ്കാശിക്കടുത്ത് തെങ്കാശി പ്രദേശത്ത് ഉൾപ്പെടുന്ന ഒരു ഊത്തുമലൈ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഈ വാഹന പരിശോധന നടക്കുന്നത്. അവിടെ വെച്ച് ഈ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബാലമുരുകനെ പോലീസ് കാണുന്നു, പിടികൂടുന്നു. പിന്നീട് ഇത് ബാലമുരുകൻ തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. കാരണം ഈ പലപ്പോഴും ഈ വേഷം മാറി മുടിയൊക്കെ, അതായത് മുടിയൊന്നും ഇല്ലാത്ത രീതിയിൽ മൊട്ടയടിച്ചൊക്കെയാണ് ബാലമുരുകൻ പലപ്പോഴും ഈ വേഷം മാറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലമുരുകനാണ് എന്ന് ഉറപ്പിച്ച് ഇന്നലെ രാത്രി വൈകി ഈ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ബാലമുരുകൻ. എന്തായാലും തൃശൂർ സിറ്റി പോലീസിനാണ് ബാലമുരുകനെ കൈമാറേണ്ടത്. കാരണം ഇവിടെ നിന്നാണ് രക്ഷപ്പെട്ടു പോയത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇങ്ങോട്ട് കൈമാറുന്നത് വൈകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസം ആദ്യമാണ് ഈ കാറിൽ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ബാലമുരുകൻ മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ് വിയ്യൂർ ജയിലിന് സമീപത്ത് വാഹനം നിർത്തുന്നു. പിന്നീട് വലിയ ഉയർന്ന മതിൽ ചാടി ബാലമുരുകൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അതിനുശേഷം തമിഴ്നാട് പോലീസ് വലിയ തെരച്ചിൽ നടത്തി. ബാലമുരുകന്റെ വീടിന് മുന്നിൽ കാത്തുനിന്ന പോലീസിനിടയിലേക്ക് ആടിനെ മേയ്ക്കാനെത്തുന്ന ആളുടെ വേഷം ധരിച്ച് ബാലമുരുകൻ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. സമീപത്തെ മലനിരയിലേക്ക് പിന്നീട് ഓടിക്കയറിയ ബാലമുരുകൻ 40 അടി താഴ്ചയിലേക്ക് ചാടി, കൊക്കയിലേക്ക് ചാടി. അവിടെ വീണ് ബാലമുരുകൻ പരിക്കേറ്റു എന്ന് പോലീസ് കണക്കുകൂട്ടിയതാണ്. അങ്ങനെ അന്ന് രക്ഷാപ്രവർത്തനമൊന്നും നടന്നില്ല. പക്ഷെ പിന്നീട് പോലീസ് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട വിരുദ്ധനാണ് ബാലമുരുകൻ. അങ്ങനെ പല കുറി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ബാലമുരുകൻ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. 2 തവണയാണ് ഈ ജയിൽ തന്നെ ബാലമുരുകൻ ചാടി രക്ഷപ്പെട്ടിരുന്നത്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.